അനധികൃത കയ്യേറ്റത്തിന്റെ പേരിൽ ഡൽഹിയിൽ വീണ്ടും കുടിയൊഴിപ്പിക്കൽ. 300-ലധികം കുടുംബങ്ങളെയാണ് ഓഖ്ലയിലെ ആലിഗാവിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത്. മുൻകൂർ നോട്ടീസ് പോലും നൽകാതെയാണ് നടപടിയെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ആലിഗാവിലെ മസ്ജിദ് കോളനി നിവാസികൾക്കെതിരെയാണ് ഉത്തർപ്രദേശ് ജലസേചന വകുപ്പിന്റെ നടപടി. ഡൽഹി പോലീസിന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും അകമ്പടിയോടെ എത്തിയ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകൾ സീൽ ചെയ്തു. വീട്ടുസാധനങ്ങൾ മാറ്റാനോ മറ്റൊരു താമസ കേന്ദ്രം കണ്ടെത്താനുള്ള സാവകാശമോ നിവാസികൾക്ക് ലഭിച്ചില്ലെന്നാണ് ആരോപണം. മുൻകൂർ നോട്ടീസ് ലഭിച്ചില്ലെന്നും കുടുംബങ്ങൾ. छोटे बच्चे हैं, बड़ी परेशानी हो रही है, बुखारों का चढ़ा बच्चों को, न खाने को न पीने को है. കുടുംബങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ജലവിതരണവും നിർത്തിവെച്ചു. അനധികൃതമായി കുടിയേറിയതല്ലെന്നും നിയമപരമായ രേഖകൾ കൈവശമുണ്ടെന്നും നിവാസികൾ പറയുന്നു. आधार कार्ड यहाँ के, पैन कार्ड यहाँ के, राशन कार्ड यहाँ के, बिजली के बिल यहाँ के. अब पल्लंग तो है उनकी बाउंड्री, फिर है रोड, फिर है ये लैंड, तो यहाँ कहाँ से आएगी उनकी जमीन. വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഗ്രാപ്പ് 4 ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ കെട്ടിടങ്ങൾ പൊളിക്കുന്ന നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടില്ല. വയോധികർ, ഗർഭിണികൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള 300ഓളം പേരാണ് കുടിയൊഴിപ്പിക്കലോടെ വഴിയാധാരമായത്. എങ്ങോട്ട് പോകണമെന്ന് ഇവർക്കറിയില്ല, ആരഭയം നൽകുമെന്നും ഇവർക്കറിയില്ല. ഈ അതികഠിനമായ ശൈത്യകാലത്ത് ദുരവസ്ഥയിലാണ് ഈ ജനത. ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.